അപ്പോൾ WTO ഉണ്ടായ സമയത്ത് നമ്മൾ അമേരിക്കയുടെ ഹെജിമണിക്കെതിരായ ഒരു വിമർശനം തന്നെ ലോകം ഒരു വില്ലേജായി മാറുന്നു, അതിനർത്ഥം ലോകം ഒരു ഗ്രാമത്തലവൻ്റെ കീഴിലല്ല എന്നതാണ്. അതൊരു ഒരു ഗ്രാമമായി മാറുന്ന ആ ഗ്രാമത്തലവൻ അമേരിക്കൻ പ്രസിഡൻ്റ് ആണെന്ന് അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ നിന്ന് ആ പൊസിഷനിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. ലോകം ഒരു വില്ലേജാണ്, അമേരിക്ക ആ ഗ്രാമത്തിൻ്റെ തലവനാണ്. അത് അംഗീകരിക്കാത്ത ഒരാളെയും ഞങ്ങൾ വെറുതെ വിട്ടു. ഡോളർ ഇല്ലെങ്കിൽ നമുക്കൊരു പേയ്മെൻറ്റ് മെക്കാനിസം ലോകത്ത് വേണം. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പല തരത്തിലുണ്ട്. ആ ഒരു പൊസിഷനിലേക്ക് വരാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വർണത്തിൻ്റെ പിറകെ നമ്മളെല്ലാം മേടിക്കുന്നത് നമ്മളെല്ലാം വളരെ കുറച്ചേ മേടിക്കുന്നത്. ഇത് സെൻട്രൽ ബാങ്കുകളാണ് വാങ്ങിക്കൂട്ടുന്നത്. അതാണ് ഇതിൻ്റെ കുഴപ്പം. കാരണം അതാണ് അതിൻ്റെ ഒരു വില കയറാനുള്ള അമിതമായിട്ടുള്ളൊരു കാരണവും അത് തന്നെയാണ്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ പങ്കെടുക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഉച്ചകോടി നടക്കുകയാണ്. ഈ ഉച്ചകോടി നടക്കുമ്പോൾ അമേരിക്ക വെനസ്വേല പിടിച്ചെടുത്തതിൻ്റെയും അതുപോലെ തന്നെ ഇറാനിലും ഗ്രീൻലാൻഡിലും സൈനികമായി ഇടപെടൽ നടത്തുമെന്ന പ്രഖ്യാപനത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഉച്ചകോടി നടക്കുന്നത്. ആ വിഷയങ്ങൾ സ്വാഭാവികമായും ഉച്ചകോടിയിൽ ചർച്ചയാകുന്നുമുണ്ട്. അതേസമയം തന്നെ അമേരിക്കക്കെതിരായ പരാമർശങ്ങൾ വലിയ തോതിൽ ഈ ഉച്ചകോടിയിൽ ഉയർന്നു വന്നിട്ടുമുണ്ട്. പ്രധാനമായും കാനഡയാണ് അമേരിക്കയുടെ വൻശക്തി ആധിപത്യത്തിനെതിരായ ഒരു വെല്ലുവിളി ഉയർത്തിയത്. അതേസമയം തന്നെ ട്രംപിൻ്റെ മറ്റു ചില പ്രഖ്യാപനങ്ങളും ഉണ്ടായിരിക്കുന്നു. ഒന്ന്, ഗ്രീൻലാൻഡ് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കില്ല. ഗ്രീൻലാൻഡ് വിഷയത്തിൻ്റെ പേരിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച താരിഫ് ഉണ്ടാകില്ല. ഇറാനെതിരായ സൈനിക നടപടിയും ഉടനുണ്ടാവില്ല. ഇത്തരത്തിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അമേരിക്ക പഴയതുപോലുള്ള അപ്രമാദിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ? അമേരിക്ക ചോദ്യം ചെയ്യപ്പെടുകയാണോ? ഒരു പുതിയ ലോകക്രമത്തിലേക്കാണോ പോകുന്നത്? അതോടൊപ്പം തന്നെ ഇത്തരം നടപടികൾ, ട്രംപ് നടപ്പാക്കുന്ന പലതരം താരിഫ് അടിച്ചേൽപ്പിക്കൽ പോലുള്ള സംവിധാനങ്ങൾ, ചില പ്രഖ്യാപനങ്ങൾ നമ്മുടെ സമ്പദ്ഘടനയെ, ലോക സമ്പദ്ഘടനയെ തന്നെ പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മളടക്കമുള്ള ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? ഇത്തരം വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ PJ വിൻസനുണ്ട്. ഒപ്പം തന്നെ സെബി ട്രെയിനറും കൊമേഴ്സ് അധ്യാപകനുമായ സനേഷ് ചോലക്കാടുണ്ട്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ ദാവോസിലൊരു വലിയ സംസാരമുണ്ടായി. കനേഡിയൻ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത്, ഈ പഴയ പോലെ ലോകക്രമത്തിന് നിലനിൽക്കാൻ കഴിയില്ല. വൻശക്തികൾ അവരുടെ ഇഷ്ടപ്രകാരം ലോക സമ്പദ്ഘടനയെ വിധേയപ്പെടുത്തുന്നു. ഇതിനെതിരെ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ സംഘടിക്കണം എന്നുള്ള ഒരു ആഹ്വാനം അദ്ദേഹം നടത്തുകയുണ്ടായി, മാർക്കാർണി നടത്തുകയുണ്ടായി. ഇത് കാനഡ, അതേസമയം ട്രംപ് പറഞ്ഞത് കാനഡ ജീവിക്കുന്നത് അമേരിക്കയുടെ ചെലവിലാണ്, അമേരിക്ക ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞുവെങ്കിൽ പോലും അമേരിക്കക്കെതിരെ ശബ്ദമുയർത്തുവാൻ കാനഡയ്ക്ക് കഴിഞ്ഞു എന്നുള്ളൊരു വിഷയമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഉള്ളത്. ലോകക്രമം വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡിസ്റപ്ഷൻ എന്ന് പറയാം. അത് ചരിത്രപരമായി നോക്കിയാൽ ഓരോ 100 വർഷം കൂടുമ്പോഴും ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം 1815 വിയന്ന സെറ്റിൽമെൻറ്റിന് ശേഷം ഏകദേശം 100 വർഷക്കാലം ലോകക്രമം സ്ഥിരതയാർന്ന് നിലനിന്നു. 1914 ആയപ്പോഴേക്കും ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചു. 1919 ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ച് ലീഗ് ഓഫ് നേഷൻസ് രൂപം കൊണ്ടു. 20കളിലുണ്ടായിട്ടുള്ള ലോക സംഘർഷത്തിൻ്റെ ഒരു നേർപതിപ്പ് 2020കളിൽ ആവർത്തിക്കുകയാണ്. ഈ പകർച്ചവ്യാധിയുടെ കാര്യത്തിൽ പോലും അതുണ്ട് കേട്ടോ. 1918 മാരകമായ സ്പാനിഷ് ഫ്ലൂ ലോകത്താകം വ്യാപിച്ച് കോടിക്കണക്കിന് ആളുകൾ മരിക്കുന്നത്. അതുപോലെ നമുക്കിപ്പോൾ കോവിഡ് കഴിഞ്ഞു. 1920കളിൽ യൂറോപ്പ് കേന്ദ്രീകരിച്ച് ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും വളർച്ചയോടുകൂടി ഗ്ലോബൽ സിസ്റ്റം എങ്ങനെയാണോ ഡിസ്റപ്റ്റ് ചെയ്തത്, സമാനമായ രീതിയിലുള്ള ഒരു ഡിസ്റപ്ഷനിലേക്കാണ്, ഗ്ലോബൽ സിസ്റ്റത്തിൻ്റെ തകർച്ചയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പൊളിറ്റിക്കൽ ഇക്കണോമിയും ഗ്ലോബൽ പൊളിറ്റിക്സും വലിയ മാറ്റത്തിന് വിധേയമായിരിക്കുന്നു. 1920കളിൽ അന്ന് മുസോളിനിക്കും ഹിറ്റ്ലർക്കുമൊക്കെ ഗ്ലോബൽ സിസ്റ്റത്തെ തകർക്കാൻ കഴിയുന്ന ശക്തിയായി വളരാൻ കഴിഞ്ഞത് പ്രധാനമായും അമേരിക്കയുടെ
ഇടപെടൽ നയത്തിൻ്റെ കുറവായിരുന്നു. അന്ന് അമേരിക്ക ഗ്ലോബൽ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിന്നതായിരുന്നു അതിൻ്റെ കാരണം. അവർ മെൻഡോ ഡോക്ട്രിൻ്റെ ഭാഗമായി അമേരിക്കകളിലൊഴികെ ഞങ്ങൾ ഇടപെടില്ല എന്ന സമീപനം സ്വീകരിച്ചു. അങ്ങനെ യൂറോപ്യൻ പൊളിറ്റിക്സിലോ മറ്റ് രാജ്യങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളിലോ ഇടപെടില്ല. ഒരു തരത്തിലുള്ള ഐസൊലേഷനിസ്റ്റ് പോളിസിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ലീഗ് ഓഫ് നേഷൻസിൽ അംഗമാകാൻ അമേരിക്ക കഴിയാതിരുന്നത്. ലീഗ് ഓഫ് നേഷൻസ് സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ അമേരിക്കയാണ്. വുഡ്രോ വിൽസൻ്റെ 14 പരിപാടികളാണ് എങ്കിലും ലീഗ് ഓഫ് നേഷൻസ് ഒരു യാഥാർത്ഥ്യമായപ്പോൾ അവർക്കതിൽ അംഗമാകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ യൂറോപ്പിലുണ്ടായിട്ടുള്ള ഈ ഡിസ്റപ്ഷനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഏക ശക്തി അമേരിക്കയായിരുന്നു. അതിനെ ബാലൻസ് ചെയ്യാൻ അമേരിക്കയ്ക്ക് ഇടപെടാനുള്ള സാധ്യതയില്ലാതായി. ഇനി 2020 എടുത്താൽ അമേരിക്ക മാറി നിന്നതാണ് 1920-കളിൽ തകർച്ചയ്ക്ക് കാരണമായതെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ അനിയന്ത്രിതമായ ഇടപെടലാണ് ഇപ്പോൾ കാരണം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും അമേരിക്കയാണ്. അതിന് വലിയ സ്വാധീനം ലോക രാഷ്ട്രീയത്തിലും പൊളിറ്റിക്കൽ ഇക്കണോമിയിലുമുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ 2ാം വരവിൽ മാഗ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുകയും അത് അനിയന്ത്രിതമായ വിധത്തിൽ ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇടപെടുകയും ചെയ്തു. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മാർക്ക് കാർണി തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം തന്നെ ഈ കാനഡയുടെ മേലെ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റായിട്ട് കാനഡയെ മാറ്റും എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്കെതിരായി ശക്തമായി വാദിച്ച ഒരാൾ എന്ന നിലയ്ക്കാണ് മാർക്ക് കാർണി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെയാണ് ഗ്രീൻലാൻഡിൻ്റെ മേലെയുള്ള അവരുടെ ട്രംപിൻ്റെ അവകാശവാദവും. ഇത് വലിയ മാറ്റം ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഉണ്ടാക്കും. ഇത് ഡെൻമാർക്ക് വളരെ ശക്തമായി അതിനെ എതിർത്തിരുന്നു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഡെൻമാർക്കിനെതിരെ ട്രംപ് പറഞ്ഞത് നന്ദിയില്ലായ്മ കാണിക്കരുത് എന്നുള്ള മട്ടിലാണ്. അത് മാക്കാർണിയുടെ കാര്യത്തിലും കാനഡയോടും പറഞ്ഞു നിങ്ങൾ നന്ദിയില്ലാതെ. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൽ ഈ ഗ്രീൻലൻഡിലേക്ക് നാസി സൈന്യമൊക്കെ എത്താതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തതിലും ഒക്കെ അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട്. ഗ്രീൻലൻഡിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ പരമ്പരാഗതമായി ഡെൻമാർക്കിൻ്റെ എക്സ്റ്റൻഷനാണ്. അത് നോർഡിക് രാജ്യങ്ങളുടെ ഒരു തുടർച്ചയാണ്. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫിൻലൻഡ് തുടങ്ങിയിട്ടുള്ള ഈ നോർത്തേൺ പാർട്ട് ഓഫ് യൂറോപ്പിൻ്റെ ഭാഗമാണ് ഗ്രീൻലൻഡ്. അതുകൊണ്ടാണ് ഈ നോർഡിക് കൺട്രീസ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അമേരിക്ക എതിർത്തു. അതിൻ്റെ കൂടെ കോണ്ടിനെൻ്റൽ യൂറോപ്പിലെ ജർമ്മനിയും ഫ്രാൻസും ശക്തമായി ഇതിനെതിരെ രംഗത്ത് വന്നു. അതുപോലെ ഇംഗ്ലണ്ടും. അപ്പം യൂറോപ്യൻ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്ന 3 രാജ്യങ്ങൾ UK-യും ഫ്രാൻസും ജർമ്മനിയുമാണ്. അവരൊറ്റക്കെട്ടായി ഇതിനെ എതിർത്തു എന്നുള്ളതാണ്. അക്കൂട്ടത്തിലാണ് നോർവേയും സ്വീഡനും ഫിൻലൻഡും ഡെൻമാർക്കും എല്ലാം കൂടെ ചേർന്നതോടുകൂടി ഈ നാറ്റോ എന്ന് പറയുന്ന സംഗതി തന്നെ ഒരു തരത്തിൽ ദുർബലാവസ്ഥയിലായി. യഥാർത്ഥത്തിൽ നാറ്റോയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം വാർസ പാക്ട് പിരിച്ചുവിട്ടതോടുകൂടി ശീതയുദ്ധം അവസാനിക്കുകയും സോവിയറ്റ് യൂണിയൻ ശിഥിലമാകുകയും ചെയ്തതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു അഡ്വൈസറി ഇല്ല. ആ ഒരു അർത്ഥത്തിൽ നാറ്റോ നിലനിൽക്കുന്നത് തന്നെ അസ്വാഭാവികമാണ്. ആ അസ്വാഭാവികമായി നിലനിന്ന നാറ്റോ എന്ന സൈനിക സഖ്യത്തെ സ്വാഭാവികമായി തകർത്തു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു ക്രെഡിറ്റ്. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവർ യൂറോപ്പിനും അതുപോലെ ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ, ഇതിനൊക്കെ സൈനിക കുട, മിലിറ്ററി അംബ്രല്ല അമേരിക്കയുടെ സൈനിക സംരക്ഷണത്തിന് കീഴിലാണ് ഈ രാജ്യങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ ദേശീയ ആസ്തികളിൽ വലിയൊരു ശതമാനം അവിടേക്ക് അമേരിക്ക ചെലവഴിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. അത് ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തുടർന്നാണ് ഇത്തരം സംവാദങ്ങൾ ശക്തിപ്പെടുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം സോവിയറ്റ് റവല്യൂഷൻ കയറ്റി അയക്കുന്നതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തെമ്പാടും വളർത്തുന്നതിനൊക്കെ അവർ വലിയ തരത്തിൽ പണം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇറാൻ്റെ തകർച്ചയ്ക്കും കാരണം അത് തന്നെ. അതുപോലെ സോവിയറ്റ് യൂണിയൻ വലിയ തോതിൽ യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണവും അത്തരം ഒരു കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ലോകത്തെമ്പാടും അവർ റെവല്യൂഷൻ കയറ്റുമതി, അതിനുവേണ്ടി വലിയ പണം അവർ ചെലവഴിച്ചു. സമാനമായ രൂപത്തിൽ ഈ നാറ്റോ സൈനിക സഖ്യത്തെ നിലനിർത്താനും അമേരിക്ക കേന്ദ്രീകൃതമായ അമേരിക്കൻ ഹെജിമണി സ്ഥാപിക്കാനും അവർ വലിയ രൂപത്തിൽ പണം ചെലവഴിക്കുന്നുണ്ട്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന സംവിധാനത്തിലെ മേജർ കോൺട്രിബ്യൂട്ടർ അമേരിക്കയാണ്. അപ്പോൾ ഇതിനെയെല്ലാം ഒരു സാമ്പത്തിക കണ്ണിലൂടെ കാണുമ്പോൾ ഇതിനെയെല്ലാം സംരക്ഷിച്ച് നിർത്തുന്നതിലൂടെ വലിയ ഒരു ലാഭം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഈ അമേരിക്ക ചെയ്തു കൂട്ടുന്ന ഇത്തരം കാര്യങ്ങൾ സമ്പദ്ഘടനയുടെ മേൽ വലിയ ആഘാതം സൃഷ്ടിക്കുന്നുണ്ട്. അത് ഇപ്പം നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വലിയ ഇടിവുകൾ, അതേസമയം മറുവശത്ത് സ്വർണം പോലുള്ള കാര്യങ്ങളിലുള്ള വലിയ തോതിലുള്ള നിക്ഷേപം,
പണപ്പെരുപ്പം മിക്കവാറും രാജ്യങ്ങളിലൊക്കെ പണപ്പെരുപ്പവും വിലക്കയറ്റവും വലിയൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതുമാത്രമല്ല, അമേരിക്ക പല രാജ്യങ്ങൾക്കുമെതിരെ നടത്തുന്ന ഈ ഉപരോധങ്ങൾ, താരിഫ് അടിച്ചേൽപ്പിക്കൽ, ഇത്തരം സംഗതികൾക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട്. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ സമ്പദ്ഘടനയിൽ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു ആഘാതം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ സനേഷിന് അതിനെക്കുറിച്ച്. സമ്പദ്ഘടനയിൽ വരുത്തുന്ന ആഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകക്രമം മാറിയത് വിൻസെൻ്റ് മാഷ് പറഞ്ഞ പോലെ തന്നെയാണ്. ലോകക്രമം മാറിയത് ഇപ്പോൾ ട്രംപിന് മുമ്പും ട്രംപിന് ശേഷവും എന്ന് തന്നെ പറയണം നമ്മൾ. ട്രംപ് വന്ന ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് നയമാറ്റങ്ങൾ മുൻപ് അത്രത്തോളം നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നില്ല, അത്ര അഗ്രസീവ് ആയിരുന്നില്ല എന്ന് പറയാം. എല്ലാം സൈഡിലൂടെ നടക്കും. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ വളരെ അതിവേഗതയിൽ കാര്യങ്ങൾ വരുന്നു. പുള്ളി ഒരു പഴയ ഒരു ടെലിവിഷൻ ഷോമാൻ ആയിരുന്നു. പുള്ളി ഒരു ട്രംപ് കാർഡ് ഇറക്കുന്നു. ആദ്യം വളരെ അഗ്രസീവായിട്ടൊരു ആക്ഷൻ അങ്ങ് പ്രഖ്യാപിക്കും. അപ്പോൾ അത് ബാധിക്കുന്ന ആളുകളെല്ലാം പുള്ളിയുടെ പിറകെ വരും. അപ്പോൾ ഒന്ന് കുറച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെയാണ് താരിഫിൻ്റെ കാര്യത്തിലുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, നമ്മുടെ രാജ്യം ഉൾപ്പെടെ എല്ലായിടത്തും പുള്ളി വളരെയധികം ഉയർന്ന താരിഫ് ചുമത്തും. അമേരിക്ക വീണ്ടും ഗ്രേറ്റർ ആക്കണം, മാഗ പോലെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സുപ്രീമാക്കാൻ നോക്കുമ്പോൾ ബാക്കി ലോകത്ത് എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള പറയുമ്പോൾ ഒരിക്കലും നമ്മളൊരു ഗ്ലോബലൈസ്ഡ് കൺസെപ്റ്റിൽ ഒരിക്കലും അത് പറ്റില്ല. ഗ്ലോബലൈസേഷൻ തന്നെ വിഭാവനം ചെയ്യുന്ന എന്താണ്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, പരസ്പരം ഷെയർ ചെയ്യുക, ഒരു ഗ്ലോബൽ വില്ലേജ് കൺസെപ്റ്റാണ്. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് ലേബർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് അവിടെയുള്ള ആളുകളെ പിടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ്. കുടിയേറ്റം നാഷണലിസത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ ഒരു ലെവലിലോട്ട് തന്നെയാണ് പോകുന്നത്. പ്രാദേശികവാദം പോലെയൊക്കെ തന്നെയുള്ള കാര്യം തന്നെയല്ലേ പുള്ളി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. കുടിയേറ്റങ്ങൾ വളരെയധികം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വിസയ്ക്ക് ചാർജസ് വളരെയധികം കൂട്ടുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ ഈ ക്യാപിറ്റൽ ഉൾപ്പെടെ അതിനൊരു ബുദ്ധിമുട്ട് വരും. കാരണം അമേരിക്കയിൽ വൻകിട ടെക് കമ്പനികളെ കൊണ്ടുവന്നത് സത്യം തന്നെയാണ്. പക്ഷേ ചൈനീസ് കമ്പനികളൊന്നും നമ്മൾ ചെറുതായിട്ട് കാണാൻ പാടില്ല. ലോകത്ത് ഇന്ത്യയിൽ തന്നെ, നമ്മളെ ഇന്ത്യയിലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളും വളരെ വലുതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം ലോകത്ത് എല്ലായിടത്തും എത്തേണ്ടതാണ്. അത് ഒരു തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ ഫ്രീ മൂവ്മെൻറ്റ് തടസ്സപ്പെടുത്തുക, ഈ രീതിയിൽ ടാക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുക, ഇതൊന്നും ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു കുറിച്ച് പറഞ്ഞിരുന്ന സംഗതി അതായിരുന്നു. ഈ ടാക്സ് പോലുള്ള കാര്യങ്ങൾ കുറച്ചു കൊണ്ടുവരും. ഈ മൂലധനത്തിൻ്റെ ഒരു വ്യാപനം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതിനുവേണ്ടി ഉണ്ടാക്കിയ സംഭവമാണ്. പക്ഷേ അവരിപ്പോൾ എവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു ക്രമം എല്ലാം തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഇതിപ്പോൾ ട്രംപ് പറയും ലോകം അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള, ഇത് നമ്മളെ പോലുള്ള ആളുകളെ പോലും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ പൗരന്മാരെ പോലും അത് ഏത് തരത്തിലാണ് ബാധിക്കുന്നതെന്നാണ് നമ്മൾ വേറെ തരത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയം. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ IT ഫീൽഡിൽ കാര്യമായിട്ടത് പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ IT സ്ഥാപനങ്ങളൊക്കെ പലതും അമേരിക്കയിലേക്ക് വലിയ തോതിൽ എക്സ്പോർട്ട് ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷേ അവിടെ പോയിട്ട് ആളുകൾക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇനി കുറയുകയാണ്. അപ്പോൾ തൊഴിൽ പരമായിട്ടുള്ള സാധ്യതകൾ കുറയുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ വിഭാവനം ചെയ്യുന്ന പല പ്രോഡക്റ്റുകളും വളരെ ഫ്രീ ആയിട്ട് ഇവിടേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പല ടെക്നോളജിക്കൽ സംഭവങ്ങൾ, ആപ്പിൾ ആണെങ്കിലും ശരി, മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ശരി, NVIDIA ഉൾപ്പെടെയുള്ള ചിപ്പുകളാണെങ്കിലും ശരി, എല്ലാം നമ്മൾ വലിയ തോതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ വലിയൊരു തുക മുടക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം തടസ്സപ്പെടുന്നു. മറിച്ച് നമ്മളെ അങ്ങോട്ട് കൂടുതലായിട്ട് പണം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതിനകത്ത് തന്നെ പുള്ളി കൊണ്ടുവന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടാക്സേഷൻ. കാരണം അമേരിക്കയിലെ പൗരന്മാർ അനുഭവിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ വളരെ ഈസി വേയിൽ അനുഭവിക്കുന്നു. അത് പറ്റില്ല, നമ്മൾ കൂടുതൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു സർക്കാർ അതിനോട് വളരെ പ്രൊയാക്റ്റീവായിട്ടൊരു നിലപാട് എടുത്തു തോന്നുന്നുണ്ട്. കാരണം വളരെ അഗ്രസീവായിട്ട് ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഇതുവരെ ഒന്നും പറയാത്തൊരു രാജ്യം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കുകയാണ്. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. സാധാരണ നിലയ്ക്ക് ഇന്ത്യ നേരെ അംഗീകരിച്ച് കൊടുക്കേണ്ടതായിരുന്നു. നേരെ ഒന്നും പറഞ്ഞില്ല. അതിങ്ങനെ ഒരു ചർച്ചകൾ മാത്രം നടക്കുന്നുണ്ട്. ചർച്ചയുടെ എൻഡ് റിസൾട്ട് ഇപ്പോഴും നമുക്ക് അറിയില്ല. പക്ഷേ ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ചൈന പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്താണ്. ഒരു ശാക്തിക ചേരി ലോകത്ത് രൂപം കൊള്ളുന്നു എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. അമേരിക്കയെ വിരളി പിടിപ്പിക്കുന്നുണ്ടോ അതെന്നൊരു പ്രശ്നം കൂടെ അതിലുണ്ട്. ചൈന റഷ്യയുമായിട്ടുള്ള ബന്ധം, ഇറാനുമായിട്ടുള്ള, ഈ വെനസ്വലയുമായിട്ടുള്ള, ഇങ്ങനെ പലതരത്തിലുള്ള, ഇപ്പോൾ UAE പോലെയും ഗൾഫ് രാജ്യങ്ങളിൽ പോലും അത് സൗദിയും UAEയും തമ്മിലുള്ള ഒരു അകൽച്ചയിലേക്കും അതുമായി ബന്ധപ്പെട്ട് രണ്ട് ചേരി ആയി മാറുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതൊരു പുതിയ ശാക്തിക ബലാബലത്തിലേക്കാണോ ലോകം മുന്നോട്ട് പോകുന്നത്? വിവിധ ചേരികൾ രൂപപ്പെടുന്നതിൻ്റെ ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു ചേരിയായി മാറുന്നില്ല. ഒരു മൾട്ടി അലൈൻമെൻറ്റ് എന്ന നിലയ്ക്ക് വേണം നമ്മളിതിനെ കാണാൻ.
ഇപ്പോൾ ഉദാഹരണമായിട്ട് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സൈനിക കരാറിൽ, സൈനിക ഉടമ്പടിയിൽ ഒപ്പിട്ടു. ഏതെങ്കിലും ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്താൽ 2 രാജ്യത്തെയും ആക്രമിച്ചതായി കണക്കാക്കും എന്നുള്ളതാണ്. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സൗദി അറേബ്യയ്ക്ക് ഒരു കാലത്തും കഴിയില്ല. പാകിസ്ഥാൻ ഇന്ത്യയുടെ ആർച്ച് എനിമിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. പക്ഷേ നമ്മളുടെ ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് ഇപ്പോഴും സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇനിയും അതിർത്തി കടന്ന് ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ വളരെ ടെൻസായിട്ടുള്ള ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം, അത് ടെററിസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ ഇന്ത്യ സൈനികമായി തിരിച്ചടിക്കും, അതിർത്തി കടന്ന് ആക്രമിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ സൗദി അറേബ്യക്ക് പാകിസ്ഥാനെ സഹായിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം, സൗദി അറേബ്യയിൽ ഉണ്ടാകുന്ന നഷ്ടം അപാരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ അലൈൻമെൻറ്റ്, മൾട്ടി അലൈൻമെൻറ്റ് ഉണ്ടാകുമ്പോൾ പോലും ഈ അലൈൻമെൻറ്റ് പ്രവർത്തനക്ഷമമാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതേസമയം റഷ്യ ചൈന സഹകരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലൈൻമെൻറ്റായി മാറിയിട്ടുണ്ട്. അതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ഈ 2022 ഫെബ്രുവരി 24 ആരംഭിച്ചിട്ടുള്ള ഉക്രൈൻ യുദ്ധമാണ്. ഈ ഉക്രൈൻ റഷ്യ യുദ്ധം സമാധാനപരമായി പരിഹരിക്കുകയും, സമാധാനപരമായി പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഒരു 30% അവരുടെ ലാൻഡ് റഷ്യയുടെ കയ്യിലുണ്ടാവും. അതിനി മോചിപ്പിക്കുക അസാധ്യമാണ്. കാരണം ആരാണ് ഉക്രൈനെ സഹായിക്കുക? അമേരിക്ക നേരിട്ട് സൈന്യത്തെ അവിടെ ഇറക്കിയാൽ പോലും സാധിക്കില്ല. കാരണം അത് ജിയോഗ്രഫിക്കലായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കണം. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിലെ നഗരങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന മിസൈൽ ടെക്നോളജി കൊടുത്തു കഴിഞ്ഞാൽ യൂറോപ്പിലെ എല്ലാ നഗരങ്ങളുടെയും തലസ്ഥാനങ്ങൾ ചാരമാകും. കാരണം അമേരിക്കയിലെ പോലും ഏത് നഗരവും തകർക്കാൻ പറ്റുന്ന അത്യന്താധുനികമായ മോസ്റ്റ് അഡ്വാൻസ്ഡ് മിസൈൽ ടെക്നോളജിയും ആണവായുധങ്ങളുള്ള രാജ്യമാണ് റഷ്യ. അപ്പോൾ ആ പ്രശ്നം ഇനി പരിഹരിക്കാൻ പോകുന്നത് ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ റഷ്യയുടെ കയ്യിലിരിക്കും, ബാക്കി പ്രദേശങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമായി നിൽക്കും. അങ്ങനെ അതങ്ങനെയുള്ളൊരു സൊല്യൂഷനേ ഉള്ളൂ. ആ സൊല്യൂഷൻ അല്ല എങ്കിൽ ഇനി യുദ്ധം തുടരാനാണ് ഉക്രൈൻ തയ്യാറാകുന്നതിൽ എനിക്ക് തോന്നുന്ന മുഴുവൻ യുക്രൈന് റഷ്യ പിടിച്ചെടുക്കുന്നത്. അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. യൂറോപ്യൻ യൂണിയനോ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കോ യുക്രൈനെ രക്ഷപ്പെടുത്തി. നേരത്തെ നമ്മൾ പറഞ്ഞ നാറ്റോയുമായി ബന്ധപ്പെട്ട് കൂടിയാണ് റഷ്യയുമായിട്ടുള്ള പ്രശ്നം. അതെ, അതിൽ അമേരിക്കയ്ക്ക് വലിയ പെശക് സംഭവിച്ചു. കാരണം ഈ റഷ്യ തിരിച്ച് ഗ്ലോബൽ പൊളിറ്റിക്സിലേക്ക് വന്നപ്പോൾ റഷ്യയ്ക്ക് ചുറ്റും വർണ്ണ വിപ്ലവങ്ങൾ നടത്തി. അതിനെ കളേർഡ് റെവല്യൂഷൻ എന്നാണ് പറയുന്നത്, കളർ റെവല്യൂഷൻ. അപ്പോൾ അങ്ങനെ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളെ റഷ്യയ്ക്ക് ചുറ്റുമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കൻ പദ്ധതി. അത് റഷ്യക്കാർ 2008 ജോർജിയയിൽ സൈനിക ഇടപെടൽ നടത്തി തന്നെ അത് തകർത്തു. ക്രീമിയയിൽ 2014 അവർ പിടിച്ചെടുത്തു. ഇനിയിപ്പം ഏതെങ്കിലും സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകളിലോ അല്ലെങ്കിൽ മറ്റ് എസ്തോണിയ, ലാത്വിയ ഒക്കെ ഇപ്പം നാറ്റോയുടെ ഭാഗമായി, അവിടെയൊന്നും റഷ്യക്കെതിരായിട്ട് ഒരു സൈനിക നീക്കം നടത്തുക അസാധ്യമാണ്. ഇപ്പോൾ തന്നെ ഫിൻലാൻഡ്, നോർവേ അടക്കമുള്ള രാജ്യങ്ങൾ ഏതു നിമിഷവും റഷ്യയുടെ ആക്രമണ ഭീതിയിലാണ്. കാരണം രക്ഷപ്പെടുത്താൻ ട്രംപ് അവിടെ പോകില്ല എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെ വരുമ്പോൾ പുതിയ അലൈൻമെൻറ്റുകൾ എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അമേരിക്ക ആകട്ടെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ലോകക്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ WTO ഉണ്ടായ സമയത്ത് നമ്മൾ അമേരിക്കയുടെ ഹെജിമണിക്കെതിരായ ഒരു വിമർശനം തന്നെ ലോകം ഒരു വില്ലേജായി മാറുന്നു, അതിനർത്ഥം ലോകം ഒരു ഗ്രാമത്തലവൻ്റെ കീഴിലല്ല എന്നതാണ്. ഒരു ഗ്രാമമായി മാറുന്ന ആ ഗ്രാമത്തലവൻ അമേരിക്കൻ പ്രസിഡൻ്റ് ആണെന്ന് അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ നിന്ന് ആ പൊസിഷനിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. ലോകം ഒരു വില്ലേജാണ്, അമേരിക്ക ആ ഗ്രാമത്തിൻ്റെ തലവനാണ്. അത് അംഗീകരിക്കാത്ത ഒരാളെയും ഞങ്ങൾ വെറുതെ വിട്ടു. അത് നമ്മളത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ വെനസ്വല ആക്രമിച്ചു, അതുപോലെ ക്യൂബയ്ക്കെതിരെയായിട്ടുള്ള ഉപരോധം. വെനസ്വല മാത്രമല്ല മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതൊരു വെറും ആക്രമണ പ്രശ്നം മാത്രമായിട്ട് തോന്നുന്നില്ല. മറിച്ച് ഈ മറ്റ് രാജ്യങ്ങളിലുള്ള വിഭവങ്ങൾ, ഇപ്പോൾ പെട്രോളിയം ആണെങ്കിലും ശരി, മിനറൽസ് ആണെങ്കിലും, ഇപ്പോൾ ഗ്രീൻലാൻഡ് പോലും അങ്ങനെയാണ്. മിനറൽസിനെ കൊള്ള ചെയ്യുന്നുണ്ട്. പുതിയൊരു തരം കൊളോണിയൽ ആക്രമണ രീതിയായിട്ട് തന്നെ അത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, തീർച്ചയായിട്ടും അതെ. ഇപ്പം ഗ്രീൻലാൻഡിൽ ഇടപെടാനുള്ള ഒരു സുപ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അമേരിക്കയ്ക്കെതിരായി ചൈനയ്ക്ക് മാത്രമേ ഒരു എഡ്ജുള്ളൂ ലോകത്തിൽ ഫൈറ്റ് ചെയ്യാൻ. അതിന് പ്രധാനപ്പെട്ട കാരണം റെയർ എർത്ത് എലമെൻസിൻ്റെ ഒരു 80% അല്ലേ ചൈനയുടെ നിയന്ത്രണത്തിൽ. അതുള്ള കാലത്തോളം ചൈനയുടെ മേലെയുള്ള ആശ്രിതത്വം 100%. ലോകത്തിലുള്ള ഒരു രാജ്യങ്ങൾക്കും ചൈനയെ ആശ്രയിക്കാൻ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് ഈ റെയർ എർത്ത് എലമെൻസിൻ്റെ ഏറ്റവും അധികം നിക്ഷേപമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഗ്രീൻലാൻഡ്.
മാത്രമല്ല ഈ റഷ്യ ചൈന ഐക്യം വരുന്നതോടുകൂടി ഈ ആർട്ടിക് മേഖലയിലേക്ക് റഷ്യയുടെ ഈ നാവികസേന അസാമാന്യമായ പ്രഹരശേഷിയുള്ള ഒന്നാണ്. അപ്പം ചൈനയും റഷ്യയും കൂടെ ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ഈ ആർട്ടിക് മേഖലയിൽ അവരെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിലുള്ള അമേരിക്കയുടെ ഇടപെടൽ. പക്ഷേ ട്രംപിൻ്റെ പോളിസിയിൽ ഫസ്റ്റ് പ്രിഫറൻസ് ട്രംപ് കൊടുക്കുന്നത് ഇന്നത്തെ ഗ്ലോബൽ കോൺഫ്ലിക്റ്റിൽ അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് തായ്വാൻ, ജപ്പാൻ, ഫിലിപ്പൈൻസ് അടങ്ങുന്ന മേഖലയിലാണ്. ഈസ്റ്റ് ഏഷ്യ, കിഴക്കൻ ഏഷ്യയാണ്. കിഴക്കൻ ഏഷ്യയിൽ അവർക്ക് തായ്വാനെ ചൈനയുമായിട്ട് ചേരുന്നത് തടയണം, തായ്വാൻ്റെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം. പിന്നെ ജപ്പാൻ, ഫിലിപ്പൈൻസ് ചൈനയ്ക്കെതിരായിട്ടുള്ള സംഘർഷത്തിലാണ്. അപ്പോൾ ഈ തെക്കൻ ചൈന കടൽ കേന്ദ്രീകരിച്ചുള്ള സംഘർഷത്തിലും ഈസ്റ്റ് ഏഷ്യ, കിഴക്കൻ ഏഷ്യൻ സംഘർഷത്തിലും അവിടെ മേൽക്കൈ കിട്ടിയെങ്കിൽ മാത്രമേ ചൈനയെ നിയന്ത്രിക്കാൻ സാധിക്കൂ. ചൈനയെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കണമെങ്കിൽ ഈസ്റ്റ് ഏഷ്യയുടെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കണം. അതുകൊണ്ട് അവരുടെ ഏറ്റവും പ്രാഥമികമായ ലക്ഷ്യം ആ മേഖലയിലേക്കാണ്. അതുകൊണ്ടാണ് ഈ ഇന്ത്യയുമായിട്ട് തന്ത്രപരമായി അവർ സഹകരിക്കുന്നത്. കാരണം അവിടെ ഈസ്റ്റ് ഏഷ്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ചൈനയുടെ ആധിപത്യത്തെ ഇന്ത്യൻ സാന്നിധ്യം കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കും. ഇന്ത്യക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈസ്റ്റ് ഏഷ്യൻ മേഖലയിൽ ഡിഗോ ഗാർഷ്യ അവരുടെ കയ്യിലുണ്ടെങ്കിലും അമേരിക്ക നേരിട്ട് സൈനികമായി ഇടപെടില്ല. ഇവിടെ ശ്രീലങ്കയിലും അതുപോലെ ബംഗ്ലാദേശിലും മാലിയിലൊക്കെ ആയിട്ട് ചൈനയുടെ നാവിക കേന്ദ്രങ്ങൾ വരുന്നുണ്ട്. ഡിജിബോട്ടി എന്ന് പറയുന്ന അവിടെ അമേരിക്കയുടെ താവളമുണ്ട്. അവർ കറാച്ചിയിൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് ഗുദാർ തുറമുഖമെല്ലാം ചൈനയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറയുന്ന ഈ അവരുടെ വിവിധ നാവിക താവളങ്ങളും ചൈനയുടെ കേന്ദ്രങ്ങളും പരസ്പരം ലിങ്ക് ചെയ്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ചൈന. പക്ഷേ അതിനെ ഫലപ്രദമായി ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്ന ഏകരാജ്യം ഇന്ത്യയാണ്. ഏറെക്കുറെ സ്ട്രിങ് ഓഫ് പേൾസിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും ഈ മേഖലയിൽ ഇന്ത്യയുടെ നാവികാധിപത്യത്തെ മറികടന്നുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ ചൈനയ്ക്ക് സാധിക്കില്ല. അപ്പോൾ ഈസ്റ്റ് ഏഷ്യൻ മേഖലയിലും ഇന്ത്യൻ സമുദ്ര മേഖലയും ഇന്ത്യക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കിഴക്കൻ ഏഷ്യയിൽ കേന്ദ്രീകരിച്ച് ചൈനയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ട്രംപിൻ്റെ പോളിസിയുടെ ആദ്യത്തെ ഘടകം. ബാക്കി ഈ അമേരിക്കാസ് എന്ന് പറയുന്ന മീസോ അമേരിക്കയും ലാറ്റിൻ അമേരിക്കയും ഒക്കെ അവർ സൈനിക നീക്കം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതിരോധവുമില്ല. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എന്തെങ്കിലും തരത്തിലൊരു റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏക രാജ്യം ബ്രസീൽ മാത്രമാണ് അവിടെ. അതുപോലെ കാനഡയ്ക്കോ യൂറോപ്പിനോ ഒക്കെ ഒരു 20 ട്രില്യൺ ഇക്കണോമിയാണ് യൂറോപ്യൻ യൂണിയൻ. പക്ഷേ അവരിപ്പോഴും അവർക്ക് സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട്, ജനസംഖ്യയില്ല. പിന്നെ അവരുടെ പ്രകൃതിവാതകം, ഊർജം, പെട്രോൾ ഇക്കാര്യത്തിലെല്ലാം അവർ വലിയ രൂപത്തിൽ റഷ്യനെ ആശ്രയിക്കുകയാണ്. അവർക്ക് റഷ്യയെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. ഇപ്പോൾ ബലത്തിൽ യൂറോപ്പ് ചെകുത്താനും കടലിനിടയിലായി, റഷ്യയ്ക്കും അമേരിക്കയും ഇടയിൽ. ഇതുപോലെ തന്നെ ഈ കറൻസിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം കൂടിയുണ്ട്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ലോകം ഈ ഡോളർ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിനിമയങ്ങളൊക്കെ നടക്കുന്നത്. ഇത് യൂറോ വന്നപ്പോൾ തന്നെ അതൊരു തരത്തിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ ബ്രിക്സ് പുതിയ നാണയം ഇറക്കും എന്നുള്ളൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഒരു പ്രഖ്യാപനം സൂചനകളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡോളർ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ടോ എന്നുള്ള പ്രശ്നം കൂടി വരുന്നുണ്ട്. ഡോളറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് പെട്രോ ഡോളർ കൺസെപ്റ്റ് ആദ്യം സൗദിയുമായിട്ട് ഉണ്ടാക്കിയൊരു പാക്റ്റ് അതായിരുന്നല്ലോ. കാരണം പെട്രോൾ ഇങ്ങോട്ട് തരിക, ഡോളറിൽ പേയ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റം കുറേ കാലം നമുക്ക് ഡോളർ വെച്ച് മാത്രമേ പേയ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ എന്നിടത്തുനിന്ന് കാര്യങ്ങൾ മാറി മറിയുകയാണ്. യൂറോ വരുന്നു. അതിനിടയ്ക്കാണ് ഒരു പുതിയ എമർജിങ് കൺട്രീസിൻ്റെ ഒരു കൂട്ടായ്മ വരുന്നത്, ബ്രിക്സ് എന്ന് പറഞ്ഞ ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയൊക്കെ കൂടി ചേർന്ന് പ്ലസ് പുതിയ രാജ്യങ്ങളെല്ലാം കൂടി ചേർക്കുന്ന പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തമ്മിലുള്ളൊരു ക്രോസ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ കറൻസികൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ ടോക്കൺ കറൻസീസ് ഉപയോഗിക്കാം എന്നുള്ളൊരു ചർച്ച വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ട്രംപിന് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഡോളറിൻ്റെ സുപ്രീമസി നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടും പുള്ളിയുടെ പല ആക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക 2008 സാമ്പത്തിക പ്രതിസന്ധി തൊട്ട് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അമേരിക്ക നിൽക്കുന്ന വലിയൊരു ഡെപ്റ്റിൻ്റെ മുകളിലായിരിക്കുന്നത്.
കാരണം അവർ ഡെപ്റ്റ് ചെറുതൊന്നുമല്ല, ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഡെപ്റ്റുള്ള രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. അവർ സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ അത് വിസിബിൾ ആയിരുന്നു. അത് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് വഴി അവർ എന്ത് ചെയ്തു, കുറേയൊക്കെ മറച്ചു പിടിച്ചു. അത് 2020 വരെ അങ്ങനെയൊക്കെ കൊണ്ടുപോയി. അതിനുശേഷം ഒന്ന് ടൈറ്റനിങ്ങിലേക്ക് വന്നു. വീണ്ടും അവരത് നയങ്ങൾ മാറ്റി തുടങ്ങുന്നുണ്ടെന്നുള്ളതാണ്. അതിന് പാകത്തിലുള്ള ഫെഡറൽ റിസർവ് ചെയർമാൻമാരെ ഉണ്ടാക്കും വരെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പുതിയ ആളെ ഇൻ്റർവ്യൂ ചെയ്തു എന്നാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ പുള്ളി ആഗ്രഹിക്കുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കാവുന്ന ഒരു സംവിധാനം പുള്ളിക്ക് വേണം. ഈ ഡോളറിനെ നമുക്ക് അമിതമായിട്ട് ആശ്രയിക്കാൻ പറ്റുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു ഇതുണ്ട്. ഇപ്പോൾ ചൈന അതിനിടയ്ക്ക് യെന്ന് നന്നായിട്ട് കയറ്റി കൊണ്ടുവരുന്നുണ്ട്. ഈ ഇതുപോലുള്ള ബ്രിക്സ് കൂട്ടായ്മകൾ പോലുള്ള കൂട്ടായ്മകൾ അവരുടെ രീതിയിലുള്ള കറൻസിയിൽ കൊണ്ടുവരും. അപ്പോൾ ഡോളറിൻ്റെ ആശ്രിതത്വം കുറയുന്നത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് ഇന്ത്യ പോലും ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്ത്യൻ രൂപയും അമേരിക്കൻ ഡോളറുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മൾ രൂപ ഡിപ്രീസിയേറ്റ് ചെയ്യപ്പെട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞെടുത്തും ഒരു പരിധിക്കപ്പുറത്തൊന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും കയറി ഇടപെടുന്നില്ല. എന്തിന് ഇടപെടണം എന്നുള്ള രീതിയിലേക്കാണ് അവരും കാര്യങ്ങൾ കാണുന്നത്. കാര്യം ഡോളർ ഒരു വലിയ കറൻസിയൊക്കെ തന്നെയാണ്, ലോകത്തെ ഏറ്റവും ഇപ്പോഴും ശക്തിയുള്ള കറൻസിയൊക്കെ തന്നെയാണ്. പക്ഷേ അതിനിടയ്ക്കാണ് ഈ സ്വർണത്തിൻ്റെ വില കയറുന്നതിൽ പ്രധാന ഘടകങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്തും ഈ കറൻസിയുടെ ഒരു ചർച്ച വന്നാണല്ലോ. ആ സമയത്താണല്ലോ ഈ ഗോൾഡ് ബേസ്ഡ് ആയിട്ടുള്ളതിൽ നിന്ന് മെല്ലെ ഇതിലോട്ട് ഡോളറിലോട്ട് പോയത്. അപ്പോൾ ഈ ചർച്ചകളൊക്കെ വീണ്ടും സജീവമായി തുടങ്ങി. ഡോളർ ഇല്ലെങ്കിൽ നമുക്കൊരു പേയ്മെൻറ്റ് മെക്കാനിസം ലോകത്ത് വേണം. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പല തരത്തിലുണ്ട്. ആ ഒരു പൊസിഷനിലേക്ക് വരാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വർണത്തിൻ്റെ പിറകെ സുരക്ഷിതമായൊരു നമ്മളെല്ലാം മേടിക്കുന്നു. നമ്മളെല്ലാം വളരെ കുറച്ചേ മേടിക്കുന്നത്. ഇത് സെൻട്രൽ ബാങ്കുകളാണ് വാങ്ങിക്കൂട്ടുന്നത്. അതാണ് ഇതിൻ്റെ കുഴപ്പം. കാരണം അതാണ് അതിൻ്റെ ഒരു വില കയറാനുള്ള അമിതമായിട്ടുള്ളൊരു കാരണവും അത് തന്നെയാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഈ ഇപ്പോൾ ഡോളറിൻ്റെ മേലുള്ള ആശ്രിതത്വം കുറയുന്നത് താൽക്കാലികമായെങ്കിലും ലോകത്തൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ ഈ വിനിമയത്തിലുള്ളൊരു മാറ്റം ഒരു എക്കണോമിക് ക്രൈസിസിലേക്ക് കൊണ്ടുവന്നുണ്ട്. അത് ഇന്നിപ്പോൾ ഈ ഗ്ലോബലൈസേഷനുള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ ഡോളറിൻ്റെ ഈ വിനിമയത്തിലുള്ള ഈ ആശ്രിതത്വം ഒഴിവാകുന്നത് കൂടി അമേരിക്കയെ ചൊടിപ്പിക്കുന്നുണ്ട്. അവരുടെ അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന ആശയം തന്നെ അമേരിക്കയുടെ സൈനിക ശക്തി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും പിന്നെ വേൾഡ് ബാങ്ക്, IMF തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലൂടെയും പിന്നെ നാറ്റോ തുടങ്ങിയിട്ടുള്ള സൈനിക സഖ്യങ്ങളിലൂടെയാണ് നിലനിന്നത്. അപ്പോൾ നാറ്റോനെ അവർ തന്നെ പൊളിച്ചു. ഇനിയിപ്പം ഡോളർ ഡിപ്ലോമസി എന്നുള്ള വാക്ക് തന്നെയാണ് പലപ്പോഴും അമേരിക്കയുടെ വിദേശ നയത്തിൻ്റെ കേന്ദ്രം. കാരണം ഈ ഡോളർ ഹെജിമണി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ ഫോറിൻ പോളിസി വിദേശ നയത്തിൻ്റെ സിംഹഭാഗവും കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. അതിൽ കാര്യമായ ഇടിവ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ടും ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അവിടെ നിന്ന് റഷ്യക്കെതിരെ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ റഷ്യ എണ്ണ തദ്ദേശീയ നാണയത്തിൽ വിനിമയം ചെയ്യാൻ തയ്യാറായി. നമ്മൾ രൂപ കൊടുത്തിട്ട് റൂബിൾ ആണ് ട്രാൻസാക്ഷൻ നടന്നത്. മാത്രമല്ല ഇപ്പോൾ സമീപകാലത്ത് സമ്പൂർണ്ണമായ ഉപരോധം വന്ന സമയത്ത് യെൻ കൊടുത്തിട്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തു. പക്ഷേ അതിനകത്ത് വേറൊരു കോൺഫ്ലിക്റ്റും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ബ്രിക്സ ബാങ്ക് യാഥാർത്ഥ്യമാകാത്തതിൻ്റെ ഒരു കാരണം അതാണ്. ബ്രിക്സ ബാങ്ക് ചൈന കേന്ദ്രീകരിച്ചാണ് വരിക. അപ്പോൾ ദ ഡോളർ വിൽ ബി റീപ്ലേസ്ഡ് ബൈ യെൻ. അത് ഇന്ത്യക്കും സുഖകരമായ ഒന്നായിരിക്കില്ല. അത് മറ്റൊരു അർത്ഥത്തിൽ എങ്ങനെയാണോ ഈ ഡോളർ ഹെജിമണി ലോകത്തിലുണ്ടായത്, സമാനമായ രീതിയിൽ ചൈനയുടെ ഈ യെൻ ഹെജിമണി ഉണ്ടാകും. അത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബ്രിക്സ ബാങ്ക് ബ്രിക്സ ബാങ്ക് യാഥാർത്ഥ്യമായി, ബ്രിക്സ കറൻസി യാഥാർത്ഥ്യമായിരുന്നു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ യൂറോ കറൻസി ഉണ്ടാക്കിയ മോഡലിൽ ഈ 5 രാജ്യങ്ങളും പിന്നെ പ്ലസ് ഇപ്പോൾ മെക്സിക്കോ അടക്കമുള്ള ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളെ കൂടി ബ്രിക്സ കൂട്ടായ്മയിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ബ്രിക്സ പ്ലസ് രാജ്യങ്ങൾ ഒരു കോമൺ കറൻസി രൂപപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും ആ നിമിഷം തന്നെ ഈ ഡോളർ ഹെജിമണി നിർണായകമായി തകരും. അപ്പോൾ അതിപ്പോൾ നിലവിലത് യാഥാർത്ഥ്യമാകാത്തതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പലപ്പോഴും ഇന്ത്യയും ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം അവിടെ സ്വാഭാവികമായിട്ടും യെന്നിൻ്റെ ഒരു സുപ്രീമസി വരും എന്നുള്ളതുകൊണ്ടാണ്. ഏതായാലും അമേരിക്ക ഒരു ഡിക്ലൈനിങ് സൂപ്പർ പവറാണ്. കാരണം ഈ ഡോളറിൻ്റെ അധീശത്വവും കൂടി ഇല്ലാതാവുന്നതോടുകൂടി അവരുടെ ഈ ആഗോള അടിസ്ഥാനത്തിലുള്ള അവരുടെ
വലിയ സ്വാധീനം കുറയും. ഇപ്പോൾ ജനറൽ അഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡാണ്. ഈ താരിഫിൻ്റെയും ട്രേഡിനെയും കുറിച്ചുള്ള ജനറൽ അഗ്രിമെൻറ്റും അതിനുവേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള സ്ഥാപന വ്യവസ്ഥയും, ആ സ്ഥാപന വ്യവസ്ഥയാണ് WTO. ഇത് രണ്ടും അമേരിക്ക തന്നെ ഇല്ലാതാക്കിയല്ലോ. അപ്പോൾ ഗാട്ടിന് പ്രസക്തി ഇല്ലാതായി, WTOയ്ക്ക് പ്രസക്തി ഇല്ലാതായി. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂലധനത്തിൻ്റെയും ദേശീയ അതിർത്തികൾ ഭേദിച്ചുകൊണ്ടുള്ള അനുസ്യൂതമായ പ്രവാഹം, അതാണ് ഗ്ലോബലൈസേഷൻ. അതില്ലാണ്ടായി. പിന്നെ ഈ ഇപ്പോൾ ലോക്കലൈസേഷനാണ്. ഇപ്പോൾ നാഷണലിസത്തിലേക്ക് ഈ രാജ്യങ്ങളെല്ലാം തിരിച്ചു നടന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ആഗോള സംഘടനകളൊക്കെ തന്നെ വളരെ ദുർബലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു തരത്തിൽ UN ദുർബലപ്പെട്ടു, അത് വേറൊരു തരത്തിൽ ഈ സാമ്പത്തിക സംഘടനകളൊക്കെ തന്നെ പലപ്പോഴും നേരത്തെ ഉള്ള പോലെ സഹായധനം ഒഴുകുന്നൊരു സ്ഥിതി ഇപ്പം പറ്റുന്നില്ല. പ്രത്യേകിച്ച് അമേരിക്ക പലപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെ അതിനകത്ത്. സുഡാനിലേക്ക് പോലും കോൺട്രിബ്യൂഷൻ ഇല്ല. മറ്റതെല്ലായിടത്തേക്കും പണം എത്തിക്കുന്ന ഒരു രാജ്യമായിരുന്നു. വേൾഡ് ബാങ്കിനെ നമ്മൾ കാണുന്നില്ല. വേൾഡ് ബാങ്കിനെ കുറിച്ച് കാണുന്നില്ല. അത് അങ്ങനത്തെ ഒരു സ്ഥിതിയുണ്ട്. മാത്രമല്ല ഈ മാർക്കറ്റിൽ ഇപ്പം ചൈന വിപണി ഒരു വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ ചൈന ഒരു മാർക്കറ്റിലേക്ക് വലിയ തോതിൽ എൻട്രി ചെയ്തത്, അവരുടെ ധാരാളമായി പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ പ്രോഡക്റ്റ്സ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിൻ്റെ എണ്ണം കുറവാണെന്ന് തോന്നുന്നു. അത് ചൈനയ്ക്ക് പക്ഷേ ഒരു മൾട്ടിപ്പിളായ പ്രോഡക്ട്സും വിപണിയും തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമൊക്കെ തന്നെ ഈ അമേരിക്കയെ സംബന്ധിച്ചൊരു പ്രശ്നമായി പലപ്പോഴും ചൈനയും അമേരിക്കയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സംഘർഷമായി നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വില കുറവുള്ള ഉൽപ്പന്നം, വില കൂടിയ ഉൽപ്പന്നം വരെ അവരെ കയ്യിലുണ്ട്. കാരണം അത്രയും ഡൈവേഴ്സിറ്റി അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അമേരിക്ക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വളരെ വലിയ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ വളരെ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സേ കൂടുതൽ ഇറക്കുന്നുള്ളൂ. ഒരു മാസ് മാർക്കറ്റിംഗ് ചൈന നടത്തുന്നു. ഒരു നിഷ് മാർക്കറ്റിംഗ് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആണ് അമേരിക്ക. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള അമേരിക്ക കൂടുതൽ ടെക്നോളജി രംഗത്തായിരുന്നു അവരുടെ സുപ്രീമസി വന്നത്. അതിന് പോലും ചൈന ഭീഷണിയായി. പ്രോസസ്സർ, ചിപ്പുകൾ, കാരണം ഇന്ന് ലോകം ഈ കുഞ്ഞ് ചിപ്പുകളിലേക്ക് ഒതുങ്ങുന്നു. അപ്പോൾ ഇങ്ങനത്തെ സർക്യൂട്ടുകളിലേക്കൊക്കെ മാറുമ്പോൾ അതിനകത്ത് കയറി അതിന് സാങ്കേതിക വിദ്യയും അതിനകത്ത് ഉപയോഗിക്കേണ്ട അടിസ്ഥാന മൂലകങ്ങൾ ഞങ്ങളുടെ കയ്യിൽ വശമാണുള്ളത്. ചിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങളുടെ മൂലകങ്ങൾ വേണം, ഞങ്ങൾ തരില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൈനയും അമേരിക്കയും മാത്രമുള്ള പ്രശ്നമല്ല, ലോകം മുഴുവൻ ടെക്നോളജി ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് കിട്ടില്ല, എനിക്ക് ലഭ്യമാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ ഒരു സാധ്യതയുള്ളത്. അപ്പോൾ ചൈന ആ രംഗത്തൊക്കെ കൃത്യമായിട്ട് അവരുടെ മുദ്ര പതിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയ്ക്ക് പോലും ചൈനയെ ഇനി ആ രീതിയിൽ തള്ളിക്കളയാനായിട്ടുള്ള ഒരു സാധ്യതകളൊന്നുമില്ല. ഇനി ഒരു പക്ഷേ ചൈനയുമായിട്ട് ഒരു യോജിപ്പുള്ള ഒരു അന്തരീക്ഷം പക്ഷേ ട്രംപിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ട്രംപ് ഇനി നാളെ ചിലപ്പോൾ യൂട്ടൺ അടിച്ചിട്ട് ചൈനയുമായിട്ട് ഒരുമിച്ച് അത് വേണമെങ്കിൽ അത് സംഭവിക്കാം. അപ്പൊ ബാക്കി ഇവരുടെ കൂടെ യുദ്ധമൊന്നും പെട്ടില്ലായിരുന്നെങ്കിൽ റഷ്യയുമായി നല്ല ബന്ധത്തിലായിരുന്നല്ലോ. കാരണം നമ്മളെ അവസ്ഥ അനുസരിച്ചാണല്ലോ നമ്മൾ പെരുമാറേണ്ടത്. അമേരിക്കയുടെ അവസ്ഥ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ട്രംപിന് തന്നെയാണ്. കാരണം ഇത് പുള്ളി കുറേ ഷോക്കെ കാണിച്ച് ഇത് വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകാമെന്ന് തോന്നിപ്പിക്കുന്നുണ്ടെന്നല്ലാതെ ഇപ്പം നാളെ കുറച്ചുകൂടെ വേഴ്സണാവുമെന്നുണ്ടെങ്കിൽ പുള്ളി ചിലപ്പോൾ നയമൊക്കെ മാറ്റാൻ നല്ല സാധ്യതയുണ്ട്. ഇപ്പം ഇന്ത്യയുമായിട്ട് പോലും പുള്ളിക്ക് ഒരു ഡീല് വരണം എന്നുള്ള പുള്ളിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. പുള്ളിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളല്ല പറയുന്നു കൂടുതൽ അതിനെക്കുറിച്ച്. പക്ഷേ ഇന്ത്യ ആ ഒരു ബന്ധത്തിൽ നിന്ന് കുറച്ച് പിൻവാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യ സ്വയം നല്ല രീതിയിൽ നമ്മുടെ എക്കണോമി സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം എന്നുള്ളൊരു പോളിസി ഇന്ത്യക്ക് വലിയ തകർച്ച ഉണ്ടാകുമെന്ന് ഏതോ തരത്തിലുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ള സംശയമുണ്ട്. മാർക്കറ്റിന് അങ്ങനെയുള്ളൊരു വിഷയമല്ല. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഡീല് വരുന്നില്ല എന്നുള്ളൊരു ആശങ്കയുണ്ട്. കാരണം ഡീൽ ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊട്ടുന്നില്ല, ഡീലൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നടക്കുന്ന പ്രതീക്ഷിച്ചൊരു കാര്യം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന റിഫ്ലക്ഷൻസ് മാർക്കറ്റിൽ എപ്പോഴും കാണും. ഇതിനിടയിൽ പ്രായോഗികമായൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പോൾ എല്ലാവരും വലിയ ഈ സ്വർണത്തിൻ്റെ മേലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലോഹങ്ങളുടെ മേലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് സുരക്ഷിതമായൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വൊളാറ്റിലിറ്റി കൂടുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്വർണത്തിലോട്ട് ഒരു വലിയ നിക്ഷേപം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഒരു വളർച്ചയാണ്. അത് ഫണ്ടമെൻ്റൽ റീസൺസിൻ്റെ മുകളിലല്ല, സെൻറ്റിമെൻ്റലാണത്. പിന്നെ വെള്ളിയുടെ കാര്യത്തിലും സ്വർണത്തെക്കാട്ടും കൂടുതൽ ഗ്രോത്ത് വെള്ളിക്കാണ് വന്നത്. വെള്ളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ലഭ്യതയുടെ കുറവാണ്. ഈ പലതരത്തിലുള്ള സോളാർ ഉൾപ്പെടെയുള്ള നവീനമായിട്ടുള്ള പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ വെള്ളി അത്യാവശ്യമുള്ള ഇൻഡസ്ട്രിയൽ യൂസേജ് കൂടുതലാണ്. അതേപോലെ അലുമിനിയം ആണെങ്കിലും കോപ്പർ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ മൂലകങ്ങളും ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് വളരെയധികം കൂടി. അപ്പോൾ ഇതിൻ്റെ സപ്ലൈ ഡിസ്റപ്ഷൻ വരുമെന്നുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ ഭീതി ആളുകൾക്കിടയിൽ ഉണ്ട്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് വലിയൊരു പണം പിൻവലിക്കപ്പെടുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ 1.5 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ചു കൊണ്ടുപോയത്. ഇതൊക്കെ നമുക്ക് പൈസയ്ക്ക് എവിടെയും വെറുതെ ഇരിക്കാൻ കഴിയില്ല, അവിടെ റിട്ടേൺ കിട്ടുന്നത്. ഇപ്പോൾ ഡെപ്റ്റ് മാർക്കറ്റിലൊന്നും വളരെയധികം വലിയ റിട്ടേൺസ് ഇല്ല.
അപ്പോൾ റിട്ടേൺസ് എവിടെ കിട്ടും? അപ്പോൾ തീർച്ചയായിട്ടും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്താണ്. അപ്പോൾ ഇനി നാളെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് മാറി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പണം വീണ്ടും തിരിച്ച് ഇക്വിറ്റിയിലോട്ട് തന്നെ വരും. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ SIP പോലുള്ളതിലും വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, കേരളത്തിൽ നിന്ന് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഒരു സെബിയുടെ ഒരു ട്രെൻഡ് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഒരു വളരെ വലിയൊരു സാധ്യത ഉള്ള ഒരു മേഖല തന്നെയാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ നമ്മുടെ പെൻഷൻ മാർക്കറ്റ് പക്ഷേ ഇടിഞ്ഞിരിക്കുകയാണ്, വലിയൊരു ഇടിവാണ് മാർക്കറ്റിൽ. പ്രത്യക്ഷത്തിൽ മാർക്കറ്റിൽ ഇടിവ് കാണാനില്ല. കാരണം ഇൻഡെക്സ് വൈസ് പറയുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസെക്സും ആണല്ലോ നമ്മുടെ ഇൻഡെക്സുകൾ. ഇൻഡെക്സ് വൈസ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിൽ കാര്യമായിട്ട് തകർച്ചയൊന്നും വന്നിട്ടില്ല. അപ്പോൾ പ്രോമിനൻറ്റ് കമ്പനീസിലൊന്നും വലിയ തകർച്ചകൾ വന്നിട്ടില്ല. ലാർജ് ക്യാപ്പ് കമ്പനീസ് എന്ന് പറയും, അതിലൊന്നും വലിയ തകർച്ചകൾ വന്നിട്ടില്ല. ഏറ്റവും സംഭവിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ സാധാരണ നിക്ഷേപകർ കൂടുതൽ പണം നിക്ഷേപിക്കുന്നത് മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളിലാണ്. അത്തരം കമ്പനികളിൽ വലിയ തകർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വലിയ ലാർജ് ക്യാപ്പ് കമ്പനികൾ ഒരു അളവ് വരെ തകർച്ചയിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കാരണം വലിയ തോതിൽ നമ്മുടെ ഈ SIP നിക്ഷേപങ്ങൾ വന്നു. വളരെ വലിയൊരു തുകയാണ് എല്ലാ മാസവും അതിനകത്തോട്ട് പ്രതിമാസ നിക്ഷേപം എന്നുള്ള രീതിയിൽ സാധാരണ മനുഷ്യർ, മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത സാധാരണ മനുഷ്യർ കൊണ്ടുപോയി അതിനകത്ത് നിക്ഷേപിക്കുന്നത്. ഞാൻ ചെയ്യുന്ന SIP നല്ലതാണോ, ഇതെനിക്ക് ഗുണം ചെയ്യുമോ, ഒന്നും അറിയില്ല. SIP ചെയ്താൽ എനിക്ക് ലാഭം കിട്ടും എന്നും മാത്രം വിശ്വസിച്ച് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പെൻഷൻ സംവിധാനത്തിലെ പണം, പ്രോവിഡൻറ്റ് ഫണ്ട് പണം, ഇതെല്ലാം വലിയ തോതിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഓഹരി വിപണിയിലോട്ട് വരുന്നുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്നത് ഈ പറയുന്ന ലാർജ് ക്യാപ്പ് കമ്പനികളിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് ഒരു അളവ് വരെ തകരാതിരുന്നത്. LIC ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ വലിയ തോതിൽ പണം മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഈ നിക്ഷേപ സംസ്കാരത്തിൽ ഒരു മാറ്റം ക്രമേണ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവർ കൂടുതൽ ഇക്വിറ്റിയോടൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് വലിയൊരു തകർച്ചയില്ലാതെ പിടിച്ചത്. കാരണം പണ്ട് അമേരിക്ക തുമ്മി ഇന്ത്യ വിറയ്ക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതേപോലെ അവർ തുമ്മി കഴിഞ്ഞു. കാരണം നല്ലൊരു തോതിൽ അവർ വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞു ഇവിടുന്ന്. പക്ഷെ ഇപ്പോഴും നമ്മൾ വിറയ്ക്കാതെ നിൽക്കും. നമ്മുടെ കഴിഞ്ഞ പ്രതിസന്ധിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു തോന്നുന്നു. ഇന്ത്യക്കൊക്കെ പിടിച്ചേക്കാൻ പറ്റി. 2008 ലേമാൻ ബ്രദേഴ്സ് തകർന്നതിനെ തുടർന്ന് അമേരിക്കയിൽ തുടങ്ങിയിട്ടുള്ള ദീർഘമാന്ദ്യം ഇപ്പോഴും തുടരുന്നുണ്ട്. അത് അഫക്റ്റ് ചെയ്യാത്ത ലോകത്തിലെ അപൂർവം രാജ്യങ്ങളൊന്നും ഇന്ത്യയാണ്. അത് ഇന്ത്യയുടെ ഒരു പൊതുമേഖലയുടെ ഒരു പൊതുമേഖല ബാങ്കുകളുടെ ബാങ്കിങ്ങിൻ്റെ ഒരു ഇൻഷുറൻസ് ബാങ്കിങ് അതായിരുന്നു തോന്നുന്നു. പൊതുമേഖല നമ്മൾ സർക്കാർ നിലനിർത്തുന്നുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ കൺസോൾട്ടേഷൻസേ കാര്യമായിട്ട് നടത്തുന്നുള്ളൂ. കാരണം ലാഭകരമല്ലാത്തത് അതിപ്പോൾ പൊതുമേഖലയിലാണെന്ന് വെച്ചിട്ട് സർക്കാർ ഫണ്ട് ചെയ്ത് കുറേ കാര്യമില്ല. ഇപ്പോൾ ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പം നമ്മൾ SBI, നമ്മൾ ആ ബാങ്കിനെ കാണുമ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ പറയും പണ്ട് ആ ബാങ്കിലൊരു സർവീസും ഇപ്പോൾ ആ SBIയിലൊരു സർവീസ് നോക്കൂ, വളരെ വ്യത്യാസമാണ്. ടെക്നോളജി വൈസ് ഒക്കെ തന്നെ ഏതൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെക്കാട്ടും കിടപിടിക്കാവുന്ന ലെവലിലോട്ട് മാറി. ബാങ്കുകളുടെ മെർജിങ് നടത്തുന്നു, ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കുന്നു, ബാങ്കുകളിൽ തന്നെ കൃത്യമായിട്ടുള്ള അവരുടെ ബാലൻസ് ഷീറ്റ് ക്ലീനിങ് നടത്തിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ രംഗത്തൊക്കെ നല്ല മാറ്റങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങൾ, പൊതുമേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയിൽ ഓൾറെഡി അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്, പൊതുമേഖലയിൽ ആ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ട് ഓഹരികൾ വെറുതെ വിറ്റഴിക്കുക എന്നുള്ളതെന്നൊക്കെ മാറി ഇപ്പോൾ അത്യാവശ്യം ഒരു കോമ്പറ്റീവായിട്ട് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം വിറ്റഴിക്കുന്നു. ഇപ്പോൾ കോൾ ഇന്ത്യയുടെയൊക്കെ ഒരു സബ്സിഡറി സ്ഥാപനം ഇപ്പോൾ അതിൻ്റെ IPO കഴിഞ്ഞേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്തൊക്കെ കുറച്ചൊരു നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളതാണ് ഒരു കോർപ്പറേറ്റ് രംഗത്ത് നിന്ന് കാണുന്നത്. കാരണം മാർക്കറ്റിന് അതൊക്കെ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരുപാട് കാര്യമാണ്. ഇതെല്ലാം സർക്കാർ നടത്തേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ലോക സമ്പദ്ഘടനയിലൊരു വലിയ ചലനം എന്തായാലും ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇത് താൽക്കാലികമായെങ്കിലും ഒരു പ്രതിസന്ധി, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കാനും നമ്മുടെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അത് ബാധിക്കാനുമുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഉണ്ട്. സാധാരണ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഇത് ബാധിക്കും. ഇപ്പോൾ ഈ താരിഫ് 50% വന്നപ്പോൾ തന്നെ തൊഴിൽ നഷ്ടമുണ്ടായി. ഈ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങിൽ നമ്മൾ പ്രധാനമായും നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ തൊഴിൽ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഈ IT സെക്ടറിലൊക്കെ തദ്ദേശീയമായിട്ട് അനന്തമായ സാധ്യതകളുണ്ട്. ആ മാർക്കറ്റ് പക്ഷേ ടാപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരർത്ഥത്തിൽ നല്ലതാണ്. തുടക്കത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെങ്കിലും ഇന്ത്യയിലെ IT സെക്ടർ, നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർക്കുകളും ടെക്നോ പാർക്കുകളൊക്കെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ ഉള്ള പല മേഖലകളും, അതൊരു വിലയാപ്പീസ് തുടങ്ങി റിസർവ് ബാങ്ക് വരെയുള്ള മേഖലകൾ, അത് കമ്പ്യൂട്ടറൈസ് ചെയ്യാനും ഡിജിറ്റലൈസ് ചെയ്യാനും പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനും സർവീസ് സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് ചാനലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും തുടക്കത്തിൽ അത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കും, തൊഴിൽ നഷ്ടമുണ്ടാക്കും. പക്ഷേ വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ സാധിക്കും.
നമ്മുടെ നീതി ആയോഗിൻ്റെ ചുമതല വഹിക്കുന്ന അമിതാഭ് കാന്ത്, കോഴിക്കോട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ആളാണ്, കോഴിക്കോട്ട് കളക്ടറൊക്കെയാണ്. അദ്ദേഹം ഈ താരിഫ് ചുമത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു, ഇന്ത്യൻ ഇക്കണോമിക്ക് ഇത് ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഞാനത് അത്ഭുതത്തോടെ ഞാൻ 2 വട്ടം വായിച്ചു നോക്കി, ഇത് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തല്ലേന്ന്. അത് കറക്റ്റാണ്. തുടക്കത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുമെങ്കിലും ഇന്ത്യയുടെ പ്രാദേശികമായ മാർക്കറ്റിൻ്റെ ശക്തി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളൊന്നാണ് നമ്മൾ. പർച്ചേസിംഗ് പവർ പാരിറ്റി എടുത്ത് പരിശോധിച്ചാൽ 3ാമത്തെ വലിയ മാർക്കറ്റാണ് നമ്മുടേത്. ഇവിടെ ഇഷ്ടം പോലെ മെയിൻ പവർ ഉണ്ട്. ക്വാളിറ്റി മെയിൻ പവർ ഇത്രയും ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു രാജ്യവും ലോകത്തില്ല. അതായത് ടെക്നോക്രാറ്റുകൾക്ക് കിട്ടുന്ന സാലറി 30,000-40,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ആർക്കിടെക്ചറുകളെ, കമ്പ്യൂട്ടറിനെ ഈ നാട്ടിൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വലിയ സാധ്യതകൾ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. പക്ഷേ ഗ്ലോബൽ പൊളിറ്റിക്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ യൂറോപ്പിൻ്റെ കോണ്ടസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു കോൾഡ് പീസ് വന്നു എന്നാണ് പറയുന്നത്. ഈ അമേരിക്ക എങ്ങനെ പിൻവാങ്ങിയതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുമായിട്ട് ഐക്യപ്പെടാൻ തീരുമാനിച്ചു. സമാധാനമൊന്നുമില്ല. കാരണം റഷ്യ എക്കാലത്തും യൂറോപ്പിനെ എക്കാലത്തും നയിച്ച ഒരു ഘടകം റഷ്യ പേടിയാണ്. അവരെപ്പോഴും റഷ്യ ഞങ്ങൾ വിഴുങ്ങുമോ എന്നുള്ള ഭയത്തിലാണ്. നാറ്റോ എല്ലാം ഉണ്ടാകാനുള്ള പ്രധാന കാരണം തന്നെ അതാണ്. അതുകൊണ്ടാണ് യൂറോപ്പ് കോണ്ടിനെൻ്റ് പിടിച്ചെടുക്കുന്ന, ആധിപത്യം സ്ഥാപിക്കുന്ന ശക്തികളെല്ലാം അവരുടെ രണ്ടാമത്തെ ലക്ഷ്യം, ആദ്യം യൂറോപ്പ് കൺസോളിഡേറ്റ് ചെയ്താൽ പിന്നെ അവരുടെ ലക്ഷ്യം റഷ്യനെ ആക്രമിക്കുക എന്നുള്ളതാണ്. അതിലാണ് അവരെല്ലാവരും പരാജയപ്പെട്ടത്. നെപ്പോളിയൻ റഷ്യയിലേക്ക് പോയി, കോണ്ടിനെൻ്റൽ യൂറോപ്പ് മുഴുവനും കീഴടക്കിയ ആളാണ് നെപ്പോളിയൻ. നെപ്പോളിയൻ പരാജയപ്പെടാനുള്ള കാരണം റഷ്യ അറ്റാക്ക് ചെയ്തതാണ്. റഷ്യയിലേക്ക് അയച്ച 10 ലക്ഷം സൈനികരെ അയച്ചത് 2 ലക്ഷം തിരിച്ചു വന്നു, തകർന്നുപോയി. അതുപോലെ തന്നെ ഹിറ്റ്ലർ ചെയ്ത ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന് 1939 നോൺ അഗ്രഷൻ ട്രീറ്റി ഉണ്ടായിരുന്നു ജോസഫ് സ്റ്റാലിനും ഹിറ്റ്ലറും തമ്മിൽ. അതിനെ പോലും ഒഴിവാക്കിയിട്ട് 1941 സോവിയറ്റ് യൂണിയനെ അറ്റാക്ക് ചെയ്തു. അതോടുകൂടി തകർന്നു. അപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ പേടി ഇപ്പോഴും അവർക്കുണ്ട്. ഇപ്പോൾ ഒരു റിസർജൻറ്റ് റഷ്യയാണ്. റഷ്യ അതിൻ്റെ വിശ്വരൂപം കാണിച്ചുകൊണ്ട് തിരിച്ചു വന്നു. ഇത്രയും കഠിനമായ സമ്പൂർണ്ണമായ അമേരിക്കൻ ഉപരോധം ഉണ്ടായിട്ടും ആ രാജ്യത്തിനൊന്നും സംഭവിച്ചില്ല. അങ്ങനെയാണ് റഷ്യ, അങ്ങനെയാണ്. റഷ്യക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രംപ് പിന്മാറുന്ന സ്ഥാനത്തേക്ക് ഒരു കോൾഡ് പീസ്, റഷ്യയുമായിട്ട് ഞങ്ങൾ ചേരുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ ജർമ്മൻ ചാൻസലറുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വന്നത്, റഷ്യ യൂറോപ്പിൻ്റെ ഭാഗമാണ്, ഞങ്ങൾ ഐക്യപ്പെട്ട് നിൽക്കും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ വന്നത് വന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്ക ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള സ്ഥാപനങ്ങളെ തകർക്കുക എന്നുള്ളത്. യുണൈറ്റഡ് നേഷൻസ് തകർന്നു എന്നുള്ളതിൻ്റെ സെക്യൂരിറ്റി പ്രതിസന്ധി എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസിന് സെക്യൂരിറ്റി കൗൺസിൽ ഇല്ലാതാവുന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പഞ്ചമഹാശക്തികൾക്കാണ് പകരം ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നൊരു സംവിധാനമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത് യുണൈറ്റഡ് നേഷൻസ് മൊത്തം തകർക്കുക എന്നതല്ല അവിടെ പ്രാധാന്യം. തന്ത്രപരമായി പ്രാധാന്യം വഹിക്കുന്നത് സെക്യൂരിറ്റി കൗൺസിൽ ഇല്ലാതാവുന്നതാണ്. സെക്യൂരിറ്റി കൗൺസിലിലെ പഞ്ചമഹാശക്തികൾക്കാണ് വീറ്റോ പവർ ഉള്ളത്. അവർക്കാണ് ലോക സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം അറ്റ്ലാന്റിക് ചാർട്ടർ പ്രകാരമുള്ളത്. അതിൻ്റെ കൂടെ 10 താൽക്കാലിക അംഗങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ 15 അംഗ സെക്യൂരിറ്റി കൗൺസിലാണ്. അപ്പോൾ അത് ഇല്ലാതാക്കുന്നു. അവിടേക്കാണ് ഇനി പീസ്, ഇനി ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ ഞങ്ങൾ മുന്നോട്ടിറങ്ങും. അത് സെക്യൂരിറ്റി കൗൺസിൽ വേണ്ട, അമേരിക്ക മതി. അതിൻ്റെ ചെയർമാൻ അമേരിക്കയാണ്. അമേരിക്ക ഒരു സംഘടന പ്രസ്താവിക്കുന്നു, ബോർഡ് ഓഫ് പീസ്. അതിൽ അംഗമാകാൻ ഒരു ഇസ്രായേലാണ് ആദ്യം തയ്യാറായിരിക്കുന്നത്. ഇസ്രായേൽ അതിന് തയ്യാറായിരുന്നു. 10-70ഓളം രാജ്യങ്ങൾ കൺസെന്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയും ക്ഷണിച്ചിട്ടുണ്ട്. മാത്രമല്ല $1 ബില്യൺ അമേരിക്കൻ ഡോളറോ മറ്റോ വേണം തോന്നുന്നു ഇതിൽ അംഗം. അതെ. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ഞാൻ തന്നെ എന്നുള്ളതാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. പിന്നെ എവിടെയൊക്കെ ഇടപെടണം, എവിടെയൊക്കെ സമാധാനം വേണം, എവിടെയൊക്കെ യുദ്ധം വേണമെന്നൊന്നും ഈ ബോർഡ് ഓഫ് പീസിൻ്റെ മീറ്റിംഗ് ചേർന്നല്ല തീരുമാനിക്കുക, അത് ചെയർമാൻ തന്നെ തീരുമാനിക്കും. അങ്ങനെ സുന്ദരമായ വെള്ളരിക്ക പട്ടണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും അതിനെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സംഘടന കൂടി അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു തരം അനാർക്കിയിലേക്കായിരിക്കും യഥാർത്ഥത്തിൽ പോകുന്നത്. അതെ, അതാണ് പോയിന്റ്. ഇതൊരു അനാർക്കിയിലേക്ക് പോയി ഒരു പരിമിതമായ തോതിലെങ്കിലും ഒരു ഗ്ലോബൽ വാർ, ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ സംഘർഷമുണ്ടായാൽ സാധാരണക്കാരനല്ല, മനുഷ്യരുടെ നിലനിൽപ്പൊക്കെ അപകടത്തിലാകും. ഗ്ലോബൽ എക്കണോമി തകരും. പട്ടിണിയും പരിവട്ടവുമായി ഇന്നത്തെ മനുഷ്യർ, അല്ല തന്നെ ലോകത്തിന് വലിയൊരു ശതമാനം ആളുകൾ പട്ടിണി കിടക്കുക. അതെ.
അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കാഷ്വാലിറ്റി ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾ, എമർജൻറ്റ്. അപ്പോൾ നമ്മളെയായിരിക്കും അത് ഏറ്റവും അധികം അഫക്റ്റ് ചെയ്യുക. ഇന്ത്യയിലൊക്കെ ഇനിയും 70 കോടി മനുഷ്യരെ നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് മേലേക്ക് കൊണ്ടുവരണം. ചൈനയിലുമുണ്ട്. ചൈനയും 1949 അവർ വികസിത രാജ്യമായി ആകാൻ അവരാഗ്രഹിക്കുന്നത്. ഇപ്പോഴും ചൈനയിലെ 10-30 കോടിയോളം മനുഷ്യർ ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ ദാരിദ്ര്യത്തിലേക്ക് താഴെയാണ്. ഇന്ത്യയിൽ 142 കോടി മനുഷ്യരുള്ളതെങ്കിൽ ഉള്ളതിലൊരു 42 കോടി ഒരു പക്ഷേ മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സൊക്കെ ആയിട്ടുണ്ടാവും. എന്നാൽ ഒരു 100 കോടിയോളം മനുഷ്യർ ഇവിടെ ഇപ്പോഴും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയാൽ മാന്യമായിട്ട് ജീവിക്കുന്നില്ല, മാന്യമായ ജീവിത സാഹചര്യങ്ങളില്ല. ഇന്ത്യയിലെ ദാരിദ്ര്യരേഖ നമ്മൾ വെച്ചാൽ പോലും ഒരു 10-30 കോടി ദരിദ്രനാരായണന്മാർ ഈ രാജ്യത്തുണ്ട്. 20 കോടി എന്നാണ് ഇപ്പോൾ ഒരു കണക്കാക്കുന്നത്. അതെ. അപ്പോൾ നമ്മളുടെ ഈ ഡെവലപ്മെൻറ്റൽ മൊമെൻറ്റം ഇപ്പോൾ ഒരു 7%, 8% ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ആ മൊമെൻറ്റം അങ്ങനെ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ഒരു വികസിത രാജ്യമാകാം. വികസിത രാജ്യം എന്നല്ല, ഇവിടുത്തെ പട്ടിണി നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാവുകയും സംഘർഷവും യുദ്ധവും പല മേഖലയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്താൽ, ഇപ്പോൾ ഈസ്റ്റ് ഏഷ്യ കത്തുന്നു, വെസ്റ്റ് ഏഷ്യയിലെ ഇറാൻ തുടങ്ങി സംഘർഷം ഉണ്ടാകുന്നു. അങ്ങനെ ലോകത്തിൻ്റെ ഒരു കുറച്ച് മേഖലയിൽ യുദ്ധമോ യുദ്ധസമാനമായ സാഹചര്യമോ ഉണ്ടായാൽ ഈ വികസന പ്രക്രിയ മുഴുവൻ തകിടം മറിയും. ലോകം കൂടുതൽ ദരിദ്രമാവും. അത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അത് ഏറ്റവും അധികം അഫക്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയായിരിക്കും. കാരണം നമുക്കാണല്ലോ ഈ പട്ടിണി പാവങ്ങൾ മുഴുവൻ ഉള്ളത്. എന്തായാലും ഒരു ലോകക്രമത്തിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു ചർച്ചയിൽ ഉണ്ടായിരുന്ന സംഭവം. അമേരിക്കൻ ആധിപത്യത്തിലുള്ള ഒരു ലോകക്രമം ചെറിയ തോതിലാണെങ്കിൽ അത് ഡിസ്റപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആ ഡിസ്റപ്ഷൻ പക്ഷേ ആഗോളതലത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കും, വലിയ പ്രതിസന്ധികളിലേക്ക് താൽക്കാലികമായെങ്കിലും പോകുമെന്ന് നമുക്ക് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ പുതിയ ശാക്തികമായ ചേരികളും ബലാബലങ്ങളും ഒക്കെ തന്നെ രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ശാക്തിക ബലാബലത്തിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പുതിയ ലോകക്രമം, അല്ലെങ്കിൽ ഇന്ന് അമേരിക്കൻ ആധിപത്യത്തിലുള്ള ശീതയുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട അമേരിക്കൻ മേധാവിത്വമുള്ള ഒരു ലോകക്രമം ഇന്ന് പലതരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. നന്ദി.